ഹായ് ഫ്രണ്ട്സ്, പപ്പിയാണ്. അപ്പം ഞാനും ശങ്കർ ബ്രോയും കൂടെ ഇപ്പം പണ്ടാരക്കുളത്തേക്ക് പോവുക കേട്ടോ. അപ്പം ഞങ്ങളിപ്പോൾ ഒരു ചെറിയൊരു കുത്തുവല, ചെറിയൊരു തടവല എടുത്തിട്ടുണ്ട്. അപ്പം അങ്ങോട്ട് പോവുക. അപ്പം എൻ്റെ പടിഞ്ഞാറക്കള്ളി കഴിഞ്ഞ ദിവസം ഞാൻ പോയപ്പം 3-4 വരാൽ പോകണം നമ്മൾ കണ്ടു. അപ്പം അവിടോട്ടൊന്ന് പോവുക. അപ്പം അതെക്കാലം വിട്ടേക്കുക. അപ്പം നമ്മൾ വിട്ടേക്കുക കേട്ടോ. നമുക്കിനി അടുത്ത വരാലും കാര്യമൊക്കെ പടപെടാനും പറഞ്ഞ് പിടിക്കാം. അപ്പം നമ്മുടെ കൈയുടെ കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ കൈയുടെ കാര്യം ഇത് കൈയുടെ എല്ലാം കുറഞ്ഞു കേട്ടോ. അത് ഇവിടെയാണ് കുത്തിയത് കണ്ടോ. ഇതുവഴി കുത്തി ഇതുവഴിയാണ് കൊമ്പിറങ്ങിയത്. അതൊക്കെ കരിഞ്ഞു കേട്ടോ. ഇപ്പം 2 ദിവസമേ ഉള്ളൂ അതൊക്കെ മാറി. ഇവിടെ തൊടുമ്പം ചെറിയ വേദന ഉണ്ടെന്നേ ഉള്ളൂ, അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല. ചെമ്പല്ലി എത്രയില്ലേ? സിലോപ്പിയ ചെമ്പല്ലിയോ? ചെമ്പല്ലി 2 കിലോ കറക്റ്റ് ചെയ്യാം. എന്താണ് ശങ്കർ ബ്രോ? നല്ലപോലെ വരി. പണ്ടാരക്കുളത്തിൽ ഇതിൻ്റെ അങ്ങേ അറ്റം ഒരു മുട്ടുണ്ട്. അവിടെ 1-2 വരാൽ കഴിഞ്ഞ ദിവസം ഞാൻ വന്നപ്പോൾ കണ്ടതായിരുന്നു. അന്ന് വെള്ളക്കൂടിലായിരുന്നു, ഇന്നിപ്പം സ്ഥലം വെള്ളപ്പറ്റുണ്ട്. വരാലുണ്ടെങ്കിൽ ആ ചവർന്നടി ചിലപ്പം കാണും. ഇതിൻ്റെ അകത്ത് അപ്പുറത്ത് വേറെ വരാൽ. അതിൻ്റെ അകം ഒന്ന് തപ്പി നോക്കടാ. ചവർന്നത്ത് നോക്കണം. ചെമ്പല്ലി സൂപ്പർ ചെമ്പല്ലി. അന്ന് വരാല് മുട്ടിയ അല്ല, അന്ന് വരാല് മുട്ടി. അന്ന് വരാല് എന്താ വരും എന്നാടാ? ചെമ്പല്ലിയോ? ഒരു ചെമ്പല്ലി എന്നെ മുട്ടിപ്പോടാ ശങ്കര. വരാല് മുട്ടിയ? നോക്ക്. ഒരു വരാൽ ഇവിടെ ഉണ്ടോ? ഒരു വരാൽ ഇവിടെ ഉണ്ട്. വരാലും കാരിയും അല്ല, വരാലും ചെമ്പല്ലി ഉണ്ട്. അങ്ങോട്ട് തന്നെ കേട്ടെ. വരാല് ചെമ്പല്ലി അങ്ങോട്ട് ഇറങ്ങിയായിരുന്നു. എങ്ങോട്ട് ഇറങ്ങി? അങ്ങോട്ട് ഇവിടെ ഒരു കാര്യമുണ്ട്. പൊത്തി കരക്കുത്തി പൊത്താൻ പറ്റുവാ? അതാ നോക്ക് പൊത്താൻ പറ്റുമോ നോക്ക്. ഞാൻ നേരത്തെ ഒന്ന് പൊത്തിയാണോ? പൊത്തിയപ്പോഴേ മറ്റേ ഇതിൻ്റെ ഇറക്കായിപ്പോയി. ഉണ്ടെങ്കിൽ തകർത്ത്. കണ്ടോ ചന്ദ്ര? ഈ തൂമ്പിൻ്റെ അകത്ത് ചിലപ്പോൾ കാണും കേട്ടോ. ഇതിൻ്റെ അകത്തോട്ടൊരു ചെമ്പല്ലി കയറിപ്പോണ ഞാൻ കണ്ടതാണ്. ഇതുവഴി അള്ളയുണ്ടേ, ഇതുവഴി ഈ അള്ളയാ. ചന്ദ്ര അവിടെ ഒന്ന് ഇരുന്നാടാ. ഇവിടെ കാൽച്ചോട്ടി ഉണ്ട്. വരാലാണോ? കാലിൻ്റെ അവിടെ ഇടിച്ചിട്ടുണ്ട്. താമ് ഇതാണോ കാല്? അല്ലല്ല, കാലതല്ല. കാലെന്തി ഇവിടെ അല്ല, ഇവിടെ ആയാപാടാ ശങ്കര. പക്ഷെ ഇവിടെ ഇവിടെ ചെമ്പല്ലിക്കുഞ്ഞുണ്ട്. ചെമ്പല്ലിക്കുഞ്ഞ് ഇവിടെ വന്ന് ഇടിക്കുന്നു. വന്നായിരുന്നല്ലേ? കരക്കോട്ട് കയറുന്നുണ്ടോയെന്ന് നോക്കണേ. നീ ആ തൂമിൻ്റെ ആ കിഴക്കേ സൈഡൊന്ന് തപ്പിക്കേ, ഞാൻ നോക്കട്ടെ. അങ്ങോട്ട് കയറിപ്പോയാൽ നമുക്ക് തിരിച്ചു പോകുമ്പോൾ കാണാൻ പറ്റും അവനെ, അല്ലേ ശങ്കറേ? ഇതിൻ്റെ സൈഡ് വഴി ഒരു അള്ള ഉണ്ടല്ലേ, ആ കമ്പിട്ടൊന്ന് കുത്തി പയ്യെ കുത്തണേ. നോക്കട്ടെ.
ഞാൻ പറയാം, 1 മിനിറ്റ് നോക്കട്ടെ. അല്ല ആ ഒന്ന് നോക്കിക്കടാ. അങ്ങോട്ടേ തിരിച്ചു വരത്തുള്ളേ. അങ്ങോട്ട് തന്നെ മീൻ വരും ചിലപ്പം. ഇവിടെ ഉള്ള കുറവാ, കുത്തിക്കാ വയ്യ. ഉള്ള ഒരു ചെമ്പല്ല് കയറി ഇവിടെ ഇരിപ്പുണ്ട്. ചെമ്പല്ലി കുഞ്ഞ്. ഓ കുഞ്ഞ് ചെമ്പല്ലി. ആ ഞാൻ ഈ തൂമ്പിൻ്റെ ഫ്രണ്ട് വരെ ഒന്ന് തപ്പിക്കോട്ടെ. നീ അവിടെ തപ്പിക്കോ, ഞാൻ ഇവിടെ നോക്കട്ടെ. കാലൊരു നീറ്റല്. കുപ്പിച്ചിലെന്തോ കൊണ്ടാ നോക്കണം കേട്ടോ. കുപ്പിച്ചിലെന്തോ കൊണ്ട് തൊലി പോയി. ഇപ്പറ ഇറങ്ങിയതാ. ഓ കണ്ടത്ത് വേറെ കുപ്പിച്ചിൽ കിടക്കുക. പറയാനാണോ? അയ്യോ അവിടെ എന്തോ അടിച്ചായിരുന്നു. ശങ്കർ ബ്രോ, ശങ്കറ് ഒരു വരാല് കയ്യെ വന്നടാ. ഓ ശങ്കറേ, ഇതാണ് എൻ്റെ കാലെ കൊണ്ട് മുറിഞ്ഞത്. വരാൽ ഇങ്ങോട്ട് മാറിയടാ. നല്ല വരാലായിരുന്നു. ആ പിടി ഇങ്ങോട്ട് റെഡിയായില്ലായിരുന്നു. നോക്കട്ടെ. എടുക്ക്. പക്ഷെ ഇതൊരു ഒത്തിതാണ്. അങ്ങോട്ടാണോ? അങ്ങോട്ടില്ല, മേളിക്കൂടെ വരുന്നതാണ്. എന്ത് ഞാൻ നോക്കണോ? ഇതിൻ്റെ അകത്ത് കൈ ഇടും. അപ്പുറത്ത് വരും. ഈ കോള വരാല് മുട്ടിയായിരുന്നു. വലിയ വരാല്. ആ വരാലുണ്ടേ. എടാ വരാല് അങ്ങോട്ടിരിക്കും കേട്ടാ. ആ അങ്ങോട്ട്. ഓടാ എൻ്റെ ശങ്കര. ഹോ അതിങ്ങോട്ട് ചാടിയടാ. അതിങ്ങോട്ട് ചാടി. എന്നില്ല 1 മിനിറ്റ് ഒന്ന് നോക്കിക്കോട്ടെ. അടുത്ത അതല്ല, കുപ്പിച്ചിൽ കാലെ പടപടാന്ന് പറഞ്ഞ് കൊള്ളുന്നടാ. ഇല്ല ഒന്നുകൂടെ നോക്കിക്കേ. 2 ഹോളാടാ. അതാടാ, ഒന്നുകൂടെ നോക്കിക്കേ. ഉണ്ട്, വരാലുണ്ട്. വലിയ വരാല് അങ്ങോട്ടിരിക്കുക. ഇപ്പോഴും അങ്ങോട്ടാ. ഓ പിടി കല്ലിൻ്റെ. ഓ ആ പിടിച്ച് നില്ല്. ഒന്ന് നോക്കട്ടെ. ഒരു ചെമ്പല്ലി കയ്യ വന്നായിരുന്നു. ആ ഒന്നും കൂടാ. ആ ഓക്കെ, അത് നമ്മുടെ കയ്യാ മുട്ടിയല്ലേ. അത് ഇപ്പുറം വഴി കയറി അപ്പുറം വഴി ഇറങ്ങിയടാ. ആ വരാല്. നീ ഇവിടെ വന്ന് ഇറങ്ങുമ്പോൾ നോക്കണേ. അടുത്ത കുപ്പിച്ചിൽ എൻ്റെ കയ്യെ മുട്ടിയായിരുന്നു. അതിൻ്റെ ആ കിഴക്കേ പോഷയില്ലേ, അവിടെ നീ ഒന്ന് നോക്കിക്കേ. കിഴക്കേ സൈഡൊന്ന് നോക്കിക്കോ കേട്ടോ. ഇപ്പം 2 വരാലാണ് നമുക്കിപ്പോൾ ഇങ്ങോട്ട് പോയത്. ശങ്കർ ബ്രോ, വരാല്. എടാ വരാലെൻ്റെ കയ്യെ മുട്ടിയായിരുന്നു കേട്ടോ. വരാല് മുട്ടിയായിരുന്നു. വലിയ വരാലാണ് ആ മുട്ടിയത് ശങ്കര.
ശങ്കര ഇപ്പുറത്തെ ഹോള് നോക്കി, ഇപ്പുറത്തെ ഹോള് തപ്പി നോക്കി. ആ ഒരു ചെമ്പല്ലിയുള്ളൂ, ചെമ്പല്ലി, ചണ്ടി ചെമ്പല്ലി. ചണ്ടി ചെമ്പല്ലി. ചണ്ടി വരാനും 5-6 ചണ്ടി കേട്ടോ. കാര്യമാണ് ശങ്കർ പോ പിടിച്ച്. അത് കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. അടുത്ത കാര്യം ശങ്കർ പോ കേട്ടോ. ശങ്കർ പോ രണ്ടാമത്തെ കാര്യമാണ്. കാര്യശാലം ചെറുപ്പം എന്നാലും നമുക്ക് കണ്ട വരാലുമല്ലോ അവനെ. ചെറിയ എന്നാലും ഉണ്ടോ? കാര്യമുണ്ട്. പറ്റുമെങ്കിൽ ചുമന്നിട്, എന്നിട്ട് നമുക്ക് അപ്പുറത്തോട്ട് പോകാം. തെറിച്ചായിരുന്നു അത്. നീ കോരി പൊക്കിയപ്പോൾ അത് തെറിച്ച്. ടാ ഇവൻ ശരം പ്രശ്നക്കാരനാണല്ലോടാ. ഇതേ നമ്മള് കഴിഞ്ഞ ദിവസം നമ്മുടെ കയ്യെ കൊമ്പ് കയറിയത് കൊണ്ടും ആ ഒരു കൈ വെച്ച് എടുക്കുന്നതുകൊണ്ടുമാണ് നമുക്ക് 1-2 വട്ടം വിറച്ചത്. ഇത് ആ സ്ഥലമാണിത്. ഇത് കണ്ട, ഇതുവഴി കൊമ്പ് കയറിയിട്ട് ഇപ്പണം വഴിയാണ് ഇറങ്ങിയത്. വാ ശങ്കരേ, വാ വാ വാ. ഒരു കാര്യമായിട്ട് വന്നു കേട്ടോ, ഒരു കാര്യമായിട്ട് വന്നില്ല. നമുക്ക് ഇപ്പം ശങ്കർ ബ്രോ പിടിച്ച കാര്യങ്ങളെ കൂട്ടുകേട്ടാ. 3 കാര്യം 2 വരാക്കാണ് 5-6 ചെമ്പല്ലി. അതാണ്. അപ്പോൾ ഇനിയിപ്പം നമ്മൾ ഇതിൻ്റെ അകത്താണ് നോക്കാം നമ്മൾ കേട്ടോ. അപ്പോൾ ശങ്കറിൽ വലയില്ല, നമ്മുടെ ആ വണ്ടി ഇരിക്കുന്ന അവിടെ. അവനകത്ത് താഴത്തോട്ടിട്ട് ഞാനപ്പം ഇവിടുന്ന് തപ്പി അങ്ങോട്ട് പോവുക. അപ്പം ഇവിടെ മടിയിലുണ്ട് കേട്ടോ. ആ കമ്പ് എടുത്ത് പുറകെ വലിച്ചിട്ട് ഞാൻ ഈ മേളും കൂടെ വലിച്ചിട്ടതിന് ശേഷമേ നീ പുറകെ കമ്പലിടാവുള്ളേ.
ഇതിന് മുന്നേയുവേ ഞാൻ ശങ്കരങ്കട കഴിഞ്ഞ ആഴ്ച ഇത് വെച്ച കേട്ടോ. കഴിഞ്ഞ ആഴ്ച വെച്ചിട്ട് നമുക്ക് ഒരു 10 കിലോ ചെമ്പല്ലിയും 2 കിലോ വരാലും ഉള്ളായിരുന്നു ഇതിൻ്റെ അകത്ത്. അപ്പോൾ ഇന്നിപ്പോൾ 1 വരാലൊക്കെ ഓടുന്നത് ഞങ്ങൾ കണ്ടു. അതാണ് ഞങ്ങൾ ഇതിൻ്റെ അകത്ത് നോക്കുന്നത് കേട്ടോ. അപ്പോൾ ഒത്താ നമുക്കൊരു 5 കിലോ വരാലെങ്കിലും നമ്മൾ പ്രതീക്ഷിക്കുന്നു. 5 കിലോ വരാലെങ്കിലും പ്രതീക്ഷിച്ചുകൊണ്ടാണ് വെക്കുന്നത്. കഴിഞ്ഞോണം നമ്മൾ വല വെച്ചപ്പോഴേ നമ്മൾ വല കുത്തിയ കമ്പാ അതെ ഇത് കേട്ടോ. കണ്ട ഇതാ കമ്പ്. ഇവിടെ അമ്പര വെള്ളമാണ്, ഇത്രയും വെള്ളമുണ്ട്. ഇതിപ്പോൾ അങ്ങനെ വെച്ച് നോക്കുവാണെങ്കിൽ 2 അടി വെള്ളം കുറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ പടിഞ്ഞോട്ട് പോവുക കേട്ടോ. ഒരു മിനിറ്റ് ഞാൻ ആ പൊങ്ങൊന്ന് പുറമോട്ടായിക്കോട്ടെ, അല്ലെങ്കിൽ വലയെല്ലാം നിങ്ങൾ തീർത്ത് കിടക്കുക. നമ്മളെ വീട്ടിലൊന്ന് ഇറങ്ങി കേട്ടോ. മീൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ വലയെ കയറി. നിന്നടാ ശങ്കറെ, നിന്നെ ചെമ്പല്ലിയാ ഭയങ്കര മുരിയായിരുന്നു. ചെമ്പല്ലിയായിരുന്നു, വലിയ ചെമ്പല്ലി. വലയുടെ അകത്തോട്ട് പോയി. വലിയ ചെമ്പല്ലിയാ, വലക്കകത്ത് കിടപ്പുണ്ട്. ഇത് പിന്നെ മറ്റേത് കണക്കല്ല, കണ്ണ് ചെറുതായത്. ഈ വലയെ കണ്ണ് ചെറുതാ. പാരാല് വന്നാ ക്യാച്ച് ചെയ്തോണം കേട്ടോ. നോക്ക് കറക്റ്റ് നുരി നോക്കി. ഇങ്ങോട്ടടിച്ച തല ഇപ്പറയായിരിക്കും. പയ്യെ നോക്ക്. അല്ല സിലോപ്പിയ അതായിരുന്നു. അത് ചിലപ്പോൾ സിലോപ്പിയ ആയിരിക്കും. ആണോ? മാറിയാ? ഓടിപ്പോ. ചെമ്പല്ലേ അല്ലേ? ഒരു ചെമ്പല്ലിങ്ങളുണ്ട്, അത് വലിയ ചെമ്പല്ലി. അതാണ് ആ ചെമ്പല്ലിനാണ് എടുത്തേക്കാന്ന് വെച്ചേട്ടാ. കറങ്ങിയത് വലിയ ചെമ്പല്ലി. അതാ ഇതായി. ഈ ഉള്ളും വല ഇതിൻ്റെ അകത്തോട്ട് അടിവലയുടെ ഒത്ത ചുറ്റല്ലേ. അത് പുറത്തോട്ടോ. ഉണ്ടോ? ആ ഉണ്ട്. അതിനെടുത്തോ. കൂട്ടിപ്പിടി.
ഇതാ അടിപോലെ ചവിട്ടി പിടിച്ചോടാ. പക്ഷെ വലിയ വരാലായിരുന്നല്ലോ ചങ്കര. അവിടെ ഒരു വലിയ വരാലായിരുന്നു ഞാൻ കണ്ടത്. അടിപൊളി ചവിട്ടി അടിപൊളി പൊങ്ങല്ലേ. ആ എനിക്കും വലുതാണക്കാടാ തോന്നി. വരാല്ല പിടിക്ക്, പുറത്ത് കൂടെ തന്നെ പിടിക്കുക. ചെമ്പല്ലി, വലിയ ചെമ്പല്ലി. ഇങ്ങനെ ഇപ്പുറം പിടിച്ചു എന്ത് ഇനി തുറന്ന് അടിപൊളി നോക്കാം. നമ്മളെ വലിയ വലക്കകത്ത് എന്തോ അനങ്ങി കേട്ടോ ശങ്കര. നമ്മളെ ആ വലക്കകത്ത് എന്തോ അനങ്ങി. പറ. ഇല്ല അത് വരാലോ തോന്നുന്നത്. എടാ ഞാൻ എന്നിട്ട് ഈ കമ്പൂരിയില്ല, ഈ കമ്പൂരാൻ വേണ്ടി ഞാൻ ഇങ്ങോട്ട് വന്നത്. ഓ താന്നാ നോക്കത് അവിടം വരെ വന്നല്ലേ. അത് താന്നില്ല, അത് ഓട് വരുന്നു. അത് ഇവിടെ കിടപ്പുണ്ട്, അത് അങ്ങോട്ടങ്ങോട്ടേ പോകത്തുള്ളൂ. കണ്ട അത് നോക്കണ്ട. ഇല്ലില്ല അത് മേലിലുണ്ട്. അത് ഇപ്പോൾ നമ്മളിത് രണ്ടും കൂടെ പൊക്കാന്ന് നെല്ല്. അത് നീ അതാ പറഞ്ഞ ഇങ്ങോട്ട് പയ്യെ പൊക്കി പൊക്കുവാ. നല്ലപോലല്ലേ ഇത് മൂടിക്കിടക്കുന്നത്. നമ്മുടെ വലയെല്ലാം പൊങ്ങി കേട്ടെ. വലയൊന്നും ഒറ്റ വരാല് ആ വല ചാടുന്നുണ്ട്. ഇത് നമ്മുടെ തടവല, ഇവത്തേലും വരാല് കിടപ്പുണ്ട് കേട്ടെ. നില്ല ശങ്കർ പോ, നില്ല ഇത് തുറന്നു കിടക്കണം. ആ ഓക്കെ. നോക്കുവാണേ. മറ്റേ ചെമ്പല്ലി ഈ വല ഉടക്കത്തില്ല കേട്ടോ. വല കണ്ണ് ചെറുതായതുകൊണ്ട് ചെറിയ ചെമ്പല്ലി ഉടക്കത്തില്ല. അത് നോക്കിക്കോണം. ഉടക്കാത്തയാണെങ്കിൽ ഇങ്ങോട്ട് ഇതിപ്പം റൗണ്ട് അടിച്ച് കറങ്ങിയങ്ങാണ്ടൊക്കെ കിടക്കുക. ഉടക്കി കിടക്കുന്നതാണേ കിടന്നോട്ടെ.
അല്ലാത്ത കറക്റ്റ് തട്ടി വിടും. പത്ത് 2 വരാല്ല, 3 വരെ, 4, 5 വരാല്ലേ. സിലോപ്പി കുഞ്ഞാണല്ലോ, തീരപ്പൊടിയാണോ ഇതിപ്പോൾ അതിൻ്റെ അകത്തോട്ട് ഇടാം തൽക്കാലം. എന്താ എന്ത് ഇല്ല ഇങ്ങനെ തുറക്കും, ഇങ്ങനെ തുറക്കും. ചാടാൻ നോക്കണം. ഒരു കറക്കം കറങ്ങിയല്ലോ ഞങ്ങൾ എവിടെയോ. വരാല് വീണാടാ, വരാല് വീണ. വരാല് വീണെങ്കിൽ ആ കുഞ്ഞിനെയൊക്കെ അങ്ങ് പെറുക്കി അങ്ങ് കളഞ്ഞാൽ മതി. ആ കുഞ്ഞിനെയൊക്കെ പെറുക്കിക്കള, വരാല് ചാടാതെ. ഞാനപ്പോൾ ഈ വല ഇങ്ങോട്ട് ഒതുക്കട്ടെ, നീ അതിനെ പയ്യെ പെറുക്കും. വരാല് ചാടാതെ നോക്കണം കേട്ടോ. നമ്മുടെ കുഞ്ഞ് സിലോപ്പി എല്ലാം ശങ്കർ പ്രഭു പെറുക്കി കളയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ വലയൊന്നും ഇങ്ങോട്ടൊന്ന് പയ്യെ ഒന്ന് ഒതുക്കാം. 150 വരാല് ഇതിൻ്റെ അകത്ത് വലിക്കുന്നുണ്ടല്ലോ ശങ്കറെ. 2 വണ്ണം ചാടിപ്പോയില്ല. സിലോപ്പി കുഞ്ഞ് വലുതൊന്നും കണ്ടില്ല. കമ്പൂരണ്ടി വരുമെന്ന് തോന്നല. അതൊക്കെ മറ്റേ വാരിയാടാ, അത് ഊരാൻ പാടാ. നോക്കട്ടെ, ഇവിടെ ഒന്ന് ശകലം ഒന്ന് കുടഞ്ഞാലേ. നമ്മളങ്ങ് കറക്റ്റാണല്ലോ അല്ലേ, മറിഞ്ഞ കിടക്കുവാണോ നോക്കി. ഈ പൊങ്ങിൻ്റെ മേലെ വലയില്ലടാ, എടാ ഈ പൊങ്ങിൻ്റെ മേലെ വലയില്ല. നീ അങ്ങോട്ട് എന്നൊന്ന് ആദ്യം ഒന്ന് നല്ലപോലെ ഒന്ന് മറിച്ചിട്ടെ. സിലോപ്പിയല്ല, കുഞ്ഞ സിലോപ്പി. ഉത്തരം നമുക്കൊന്നും എടുക്കാൻ പറ്റത്തില്ല. ഉത്തരം നമ്മൾ എടുത്താലും നമുക്ക് 2 3 എണ്ണം ഒക്കെ എടുക്കാൻ പറ്റും. ബാക്കിയെല്ലാം കുഞ്ഞാട്ടെ. കുറച്ച് എല്ലാം പൊടിച്ചില്ല ഇപ്പം അല്ലേ ശങ്കര. വള്ളത്തിൽ വരണം. ഇനിയിപ്പം നീ ആ 2 കമ്പും തട്ടാവാം. ആ 2 കമ്പും പിടിച്ച് പല കറങ്ങാം. തന്നെ ഇട്, എന്നിട്ട് ഊര്. അല്ലെങ്കിൽ അവിടെ ഇട്.
നമ്മള് സിലോപ്പി കുഞ്ഞില്ല ആ കിടന്നെല്ലാം ചാടുന്ന കേട്ടോ. ആ കമ്പ് ഒരു വരാല് നമ്മളെ വലയുടെ ഇവിടെ വന്ന് അടിച്ചേ. അത് ഇടിച്ച് തുറക്കുന്ന ലക്ഷണമുണ്ട് കേട്ടോ. നമുക്ക് ചെല്ലാൻ പറ്റത്തില്ല. ഞങ്ങൾ പോയില്ല. ആ കമ്പെന്ന് ഒന്ന് വിട്ടാലേ ഉള്ളൂ. സിലോപ്പി കുഞ്ഞല്ല അപ്പോൾ എനിക്കൊന്ന് കമ്പ് കിട്ടിയത്. വാ ദേടാ ഇവിടെ ഒരു വരാല് വന്ന് ഇടിച്ചായിരുന്നടാ. ഇവിടെ ഒരു വരാല് വന്ന് ഇടിച്ചായിരുന്നു. അതിനെടുത്തു. നീ മൂലെടുത്തു. മൂല വലിച്ചെടുത്തേ ശങ്കർ ബ്രോ. മൂലയിട് ഇറങ്ങി നിന്നെടുത്തോ, ഇല്ലെങ്കിൽ ആ കുണ്ടൻ്റെ അകത്ത് പോവും. അതെല്ലാം ചത്തുപോവും. മൂല ഇങ്ങോട്ട് എടുത്തു. സിലോപ്പി കുഞ്ഞ് അങ്ങനെ കെട്ടറ. ഇതിങ്ങനൊന്ന് പിടിച്ചടാ. അവനെ ഒന്ന് പിടിച്ചടാ. അപ്പം നിൽക്കാനായിട്ടൊരു കളം. ഇവിടെ ഇറക്കി നടത്തിക്കും. ചത്തു. അവിടുന്ന് വലിച്ചു. ഒരെന്നല്ല. വരാല് ഇങ്ങോട്ട് ചാടിയ വരാലിനെ കാണുന്ന കുഴപ്പമില്ല. വരാല് വലിയ സിലോപ്പി. സിലോപ്പി കുഞ്ഞിൻ്റെ ബഹളം കേട്ടോ. ഇത്രയാണ് സിലോപ്പി വരുന്നെങ്കിൽ എല്ലാ ശങ്കരവും. സിലോപ്പി കുടിക്കാൻ പോലും പിടിയായിരുന്നു പോലും. ഇല്ലടാ പോയത്. കണ്ണു ശാലം ചെളി കുറച്ചെന്നല്ലേ ഉള്ളു. നമ്മളറിയുന്നല്ലോ നമ്മൾ വെളുപ്പിനെ ഇറങ്ങിയ കാര്യം. ഇപ്പം മൊത്തം നമ്മളെ പറ്റിക്കുകയാണല്ലോ ചാറ പറയാനും. അതെ സമ്മതിക്കും. ആ സിലോപ്പി കുഞ്ഞേ നമ്മൾ കരക്കോട്ട് വെച്ച് പെറുക്കിയ ഈ സിലോപ്പി കുഞ്ഞ് മുഴുവനും ചത്തുപോകും. പിന്നെ നമുക്ക് ആ റിസ്ക് ഇല്ല. പൊക്കി കരക്കി വെച്ചങ്ങ് പെറുക്കിയെടുത്താൽ മതി. സിലോപ്പി കുഞ്ഞ് ചാകണ്ട, അവനെ തിരിച്ചു വിടാമല്ലോ. ഇങ്ങോട്ടൊന്നും വലയിട്ടപ്പോ അതിന്റെ മേളിൽ കളിച്ചാടുന്നു. എന്ത് കട്ടകാലമാണെന്ന് നോക്കാം. ഒരു വരാലിനെ 4-5 റൗണ്ട് പിടിക്കണം, എന്നാലേ കിട്ടത്തുള്ളൂ. പണ്ടാരക്കുളത്തെ വരാൽ. ഓ ഇത് ഈ വരാൽ ഈ സിലോപ്പിനെ എല്ലാം കൊല്ലുന്ന ലക്ഷണമോ.
എങ്ങനെ ഇട്ടിട്ടും ചാടിപ്പോവാന്ന് പറഞ്ഞ അത് ഓർണമെങ്കിൽ അവന്റെ സൈഡ് വഴി പോയോന്ന് നോക്കിയേ. ആ എനിക്ക് പേര് ദോഷം ഉണ്ടാക്കാനായിട്ട് എന്റെ സൈഡ് വഴി തന്നെ പോവുക. ആ എന്ത് അയ്യോ അതിനേക്കള അയ്യേ വരുന്നതാ ശങ്കർ. ഒന്നും കൂടെ ഒതുക്കിയടാ. വലിയ സുരക്ഷയിലേക്ക് ഒരുമാതിരി 1 രൂപ ഉള്ള എടുത്തിട്ട് ചെമ്പല്ലി കാണുന്നുണ്ട്. വരാനുണ്ടോന്ന് നോക്കി കൈയിട്ട് വരാനുണ്ടോന്ന് നോക്കി. വരാല് അല്ലെങ്കിൽ ചാടും. ഒന്ന് പോയി നോക്കിക്കടാ. വരാല് കൈ ഇട്ട് പോയി മുട്ടിയാ വരാല് ഇല്ലേ വരാല് നമുക്ക് ചെമ്പല്ലി വരാലില്ലല്ലോ. ആ ചെമ്പല്ലിനൊക്കെ പെറുക്കിയിട്. എന്നിട്ട് ആ കുഞ്ഞൻ സിലോപ്പി എനിക്ക് സിലോപ്പി കുഞ്ഞ് പോണോ എനിക്ക്. ഓ അവനൊക്കെ പേര് ദോഷം ഉണ്ടാക്കാൻ വേണ്ടി ഇറങ്ങി വരുന്നതാണ്. നല്ല പിന്നെ ചെമ്പല്ലി വലിയ ഒരെണ്ണം കണ്ടാ ഞങ്ങളുടെ ഇവിടെ കിടപ്പുണ്ടായിരുന്നു. കളഞ്ഞാക്ക ഇത് ഇല്ലല്ലോ. ഇല്ല ചെമ്പല്ലി 3-4 ചെമ്പല്ലി പെറുക്ക് അതിനെ പെറുക്ക്. ഞാൻ ഈ തുമ്പ് ഇവിടെ വെക്കാം. പേരുദോഷം ഉണ്ടാക്കാത്ത പണി പോയിക്കോ. ചെമ്പല്ലി ഉണ്ടോ നോക്കി. എൻ്റെ ഉള്ളു 5-6 ഇനി കാണണം 1-2. ആ കൂട്ടാ ചേട്ടാ 365 ദിവസം ഈ പണിയാ. എന്ത് തിരിച്ചു വിടണം എന്ത് കൊണ്ടുപോകണമെന്നൊക്കെ ക്ലിയർ ആയിട്ട്. ആ ചത്തുപോലെയാണെങ്കിൽ ഞങ്ങൾ കളയത്തില്ല. കാരണം ഇതുകൊണ്ടാ പിള്ളേരെ വളർത്തുന്നത്. അപ്പം നമുക്കറിയാം അത് ചാവുകയോ ഇല്ലേന്ന്. ശങ്കരേ നീ ആ തൂമ്പിൻ്റെ അവിടെ ചെന്ന് ഇത് വെള്ളം കയറ്റി അവിടെ കെട്ടി വെക്കാവോ? ഈ തൂമ്പിൻ്റെ അവിടെ മതിയില്ലേ? മലയിൽ ഇടണ്ടല്ലോ, ഇതിൻ്റെ അകത്ത് തന്നെ വെച്ചാൽ പോരെ. എവിടെയാണോ? ആ അതും കൊണ്ടുപോയോ? ആ ഓക്കെ. ഓ ഒരു ലക്ഷം. ആണോ? ആ ഓക്കെ ശരി നമ്മളെ സഹോദരനാണ്. ആ വരാൻ പറഞ്ഞ ചത്തല്ലോടാ ഞങ്ങൾ. അണ്ണാ അതെ
അതിനെന്തോ കുഴപ്പമുള്ളതാണ്. അതിലെ പള്ളക്ക് ഒരു റബ്ബർ ബാൻഡ് പോലെ അല്ലേ? ആ അത് കുഴപ്പമില്ല. ആര് പറഞ്ഞു ചത്തൊന്നും? സത്തില്ലേ അത് മയങ്ങി ഇടവേലയുടെ ചത്തപ്പൊന്നുമില്ല. ആ ഏട് ഞാനിപ്പോൾ എടുത്തപ്പോൾ കപ്പലിൽ അനങ്ങിയായിരുന്നു. ആ ചാവും മൊത്തം അങ്ങോട്ട് മറ്റേ ഇതിറാ മറ്റേ നമ്മുടെ വല ആ വലയുടെ റോപ്പ് അങ്ങോട്ട് ഇട്ടെ. ഇല്ല കിഴക്കാപ്പുറം ഇവിടെ ഇല്ല. നല്ലപോലെ ടൈറ്റ് ചെയ്ത് നിർത്ത്. എന്നിട്ട് മറിക്കും. ഒരാളെ കാടല്ലേ കെട്ടുവലി രണ്ടെണ്ണം പിന്നെ ഇനി അടുത്ത വീശാൻ വരുന്ന ആർക്കും എന്തായാലും കിട്ടണ്ടേ. മറ്റേ ഈ മേളിൽ തന്നെ കൊളുത്തിയിട്ടടാ. ഒരു 3-4 ചുറ്റി മതി. ഇനി മറ്റവത്ത ഒന്ന് കെട്ടിയേക്ക്. കാര്യം ഉണ്ടെന്ന് നോക്കണം. കാര്യമുണ്ട്. ഞങ്ങളെ അപ്പുറം ഒരു ചാടി പോയായിരുന്നു. അവിടെ പോയിട്ട് ഒരു രക്ഷയില്ല. അതാണ് ഇനിയിപ്പോൾ ഞങ്ങൾ വിട്ടേക്കുക. അപ്പോൾ നമ്മൾ ചായയൊക്കെ കുടിച്ചിട്ടാണ് പോയത്. അപ്പോൾ ഞാൻ അതിൻ്റെ പൈസ ഒന്ന് കൊടുത്തിട്ട് വേണം നമുക്ക് പോകാൻ.